നമസ്കാരം. റെയിനി ബേർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള PSC HSC നാച്ചുറൽ സയൻസിലെ ഫൈലം മുളസ്കയെ കുറിച്ചാണ് പഠിക്കുന്നത്. വളരെ ചെറിയൊരു ക്ലാസ് ആണ്, 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. അതിൽ പേൾ കൾച്ചർ എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. രണ്ടും കൂടി ചേരുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസ് ആകുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫൈലം മുളസ്കയുടെ ജനറൽ ക്യാരക്ടേഴ്സും ക്ലാസിഫിക്കേഷനും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഫൈലം മുളസ്ക. ഫൈലം മുളസ്ക ജന്തുലോകത്തിലെ രണ്ടാമത്തെ വലിയ ഫൈലമാണ്. ഏറ്റവും വലിയ ഫൈലം ഏതായിരുന്നു? നമ്മൾ പഠിച്ചതാണ്, ഫൈലം ആർത്രോപോഡയാണ്. അപ്പൊ രണ്ടാമത്തെ വലിയ ഫൈലമാണ് ഫൈലം മുളസ്ക. മുളസ്കയെ കുറിച്ചുള്ള പഠനത്തെ മാലക്കോളജി എന്നാണ് വിളിക്കുന്നത്. മനുഷ്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഇവ ആഭരണങ്ങളുടെയും ഭക്ഷണത്തിന്റെയും ഉറവിടമാണ്. പ്രകൃതിദത്ത മുത്തുകൾ രൂപം കൊള്ളുന്നത് ചില മുളസ്കുകൾക്കുള്ളിലാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. സമുദ്രജല ശുദ്ധജല പരിസ്ഥിതികളിലാണ് ഇവയെ ധാരാളമായി കാണുന്നത്. അവിടെ ഇവയെ ചില ബൈവാൽവുകളെ ബയോ ഇൻഡിക്കേറ്ററുകളായി ഉപയോഗിക്കുന്നു. ഉച്ചുകൾ, സ്ലഗുകൾ പോലുള്ള വളരെ കുറച്ച് ജീവികൾ മാത്രമേ കീടങ്ങളായി ഈ വിഭാഗത്തിൽ കാണപ്പെടുന്നുള്ളൂ. മുളസ്കയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമുക്ക് നോക്കാം. കൂടുതലും കടലിലും ശുദ്ധജലത്തിലുമാണ് കാണപ്പെടുന്നത്. വളരെ കുറച്ച് മാത്രമേ കരയിൽ കാണപ്പെടുകയുള്ളൂ. അതുതന്നെ നനഞ്ഞ മണ്ണിലാണ് സാധാരണയായി കാണപ്പെടുക. ഇവ വലുപ്പത്തിൽ വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മജീവികൾ മുതൽ 20 മീറ്ററോളം നീളമുള്ള ജീവികൾ വരെ ഉൾപ്പെടുന്നു. ജയന്റ് സ്ക്വിഡ് ഒക്കെ ഇതിൽ വരുന്നതാണ്. അവ അവയവ വ്യവസ്ഥയുടെ ഘടനാ നിലവാരം പ്രകടിപ്പിക്കുന്നു. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവയിൽ കാണപ്പെടുന്നത്. ട്രിപ്ലോബ്ലാസ്റ്റിക്, ബയലാറ്ററലി സിമെട്രിക്കൽ, സീലോമേറ്റ് ജീവികളാണിവ. ഇവ മൃദുവായ ശരീരഘടനയുള്ള മന്ദഗതിയിലുള്ള അകശേരുക്കളാണ്. വളരെ സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇൻ അഡീഷൻ അവരുടെ ശരീരം ഒരു കാൽഷ്യം കാർബണേറ്റാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഷെല്ലിനാൽ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ മൃദുവായ ശരീരമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് മൊളസ്ക എന്നുള്ള പേര് വന്നേക്കുന്നത്. ശരീരം തല, വിസറൽ പിണ്ഡം, പേശിപാദം, ആവരണം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതായത് തല ഉണ്ടാകും, പിന്നെ ഒരു വിസറൽ മാസ് ഉണ്ടാകും, മസ്കുലർ ഫുട്ട് ഉണ്ടാകും, അതുപോലെ ഷെല്ല് ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണ് ശരീരത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഷെല്ല് കൂടാണ്ട് ശരീരത്തിനെ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? തല, വിസറൽ മാസ്, മസ്കുലർ ഫുട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് മൊളസ്കയുടെ ഒരു ജനറൽ ബോഡി പ്ലാൻ നോക്കാം. ബയലാറ്ററൽ സിമെട്രി ആണ് കാണുക. ഇതാ ഇവിടെ നോക്കുക, ഒരു മസ്കുലർ ഫുട്ട് ഉണ്ട്. ഇത് ലോക്കോമോഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ ഷെല്ലിനുള്ളില് ആണ് ഇവിടെ ബോഡി കാണുക. ഫുട്ടിന് ഉള്ളിലൂടെ നോക്കി ഹെഡ് കാണുന്നുണ്ട്. ഹെഡില് നമുക്ക് സെൻസറി ഓർഗൻസ് ഒക്കെ കാണാൻ സാധിക്കും. മൗത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കളറിൽ കൊടുത്തേക്കുന്ന പോർഷൻസ് ആണ് വിസറൽ മാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിസറൽ മാസിൽ എന്തൊക്കെ വരും? ഇതൊരു സോഫ്റ്റ് എപ്പിത്തീലിയം വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഡൈജഷൻ, എക്സ്ക്രീഷൻ, റീപ്രൊഡക്ഷൻ മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അവയവങ്ങളെല്ലാം ഈ വിസറൽ മാസിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവയ്ക്കൊരു ഷെല്ലിനും ശരീരത്തിനും ഇടയ്ക്ക് ഒരു ക്യാവിറ്റി കാണും, ഒരു സ്പേസ് ഉണ്ട്. അതിന് മാൻഡിൽ എന്ന് പറയും. അതിനൊരു മാൻഡിൽ ക്യാവിറ്റി ഉണ്ടാവും. അപ്പൊ ഈ ശരീരത്തിനും ഷെല്ലിനും ഇടയ്ക്കായിട്ട് ഒരു കവറിങ് ഉണ്ട്, അതിനെ മാൻഡിൽ എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ക്യാവിറ്റി, മാൻഡിൽ ക്യാവിറ്റി എന്നറിയപ്പെടുന്ന ഒരു ക്യാവിറ്റി കാണാൻ സാധിക്കും. ഇപ്പൊ വിസറൽ മാസ്, മാൻഡില്, ഫുട്ട് എന്നാണ് ഇതിന്റെ ശരീരത്തിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ വരിക. എല്ലാ മൊളസ്കിനും ഇതേപോലൊക്കെ തന്നെയാണ് വരിക. മൗത്തിന്റെയും ഏനസിന്റെയും ഈ ഫുട്ടിന്റെയും പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഡിഫറൻസസ് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ആന്തരാവയവങ്ങളെ മൂടുന്ന നേർത്ത മാംസളമായ ആവരണം കാണപ്പെടുന്നുണ്ട്. അവരുടെ ഇന്റേണൽ ഓർഗൻസിനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കവറിങ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. തലയില് ടെന്റക്കിളുകളും സംയുക്ത കണ്ണുകളും അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ശരീരം ഒരു സുഷിരമുള്ള പുറന്തോട് കൊണ്ട് മൂടിയിരിക്കുന്നു. പേശികളുള്ള പാദം ചലനത്തിന് സഹായിക്കുന്നു. ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹൈലി ഡെവലപ്ഡ് ആണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് ഒരു റാസ്പിംഗ് ഓർഗൻ ആയിട്ടുള്ള റാഡുല എന്ന അവയവം കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവ ഇങ്ങനെ ഈ ആൽഗേസ് ഒക്കെയാണ് സ്ക്രാപ്പ് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടീത്ത് ലൈക്ക് സ്ട്രക്ചർ ഇവർക്ക് കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് റാഡുല എന്ന് പറയുക. റാഡുല എന്നാണ് അതിന്റെ പേര്. ഇതാ ഇവിടെ റാഡുലയുടെ
സ്ട്രക്ചർ തന്നിട്ടുണ്ട്. കണ്ടില്ല, കണ്ടോ? ടീത്ത് ലൈക്ക് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. അത് ഇവിടെ സൈഡ് വ്യൂ കൊടുത്തിട്ടുണ്ട്, റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റാഡുല എന്ന് പറയുന്ന ട്രാൻസ്മിങ് ഓർഗൻ. ഇതിൽ ടീത്ത് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇതാ ഇവിടെ ഇതിന്റെ മോസസ് ആൽഗയൊക്കെ സ്ക്രാപ്പ് ചെയ്തിട്ട് അതാണ് കഴിക്കുക. ശരീരത്തിന്റെ പൊതുവായ ഉപരിതലം അല്ലെങ്കിൽ ഗില്ലുകൾ അല്ലെങ്കിൽ ശ്വാസകോശ സഞ്ചികൾ മുതലായവയിലൂടെയാണ് ശ്വസനം സംഭവിക്കുന്നത്. ഗില്ല് അല്ലെങ്കിൽ ശരീരത്തിന്റെ ജനറൽ ബോഡി സർഫസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സാക്സ്, അത് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൽ കൂടിയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണപ്പെടുക. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്താണെന്ന് അറിയാലോ അല്ലെ? ഇന്റേണൽ ഓർഗൻസ് എല്ലാം ബ്ലഡിൽ ഇമേഴ്സ് ചെയ്തിട്ട് കാണും. അതായത് ഓർഗൻസ് എല്ലാം ബ്ലഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരും. പ്രത്യേകിച്ച് വെസൽസിൽ കൂടി അല്ല ബ്ലഡ് മൂവ് ചെയ്യുക. ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് പ്രത്യേക വെസൽസിൽ കൂടി അല്ല. അങ്ങനെയുള്ള സിസ്റ്റമാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഹീമോസയാനിൻ എന്നറിയപ്പെടുന്ന കോപ്പർ അടങ്ങിയിട്ടുള്ള, ചെമ്പടങ്ങിയിട്ടുള്ള പിഗ്മെന്റിന്റെ സാന്നിധ്യം മൂലം രക്തം നീലയോ പച്ചയോ നിറമായാണ് കാണപ്പെടുക. ഇവിടെ രക്തം നീല നിറത്തിലോ പച്ച നിറത്തിലോ ആണ് കാണപ്പെടുക. അതിന് കാരണം ഹീമോസയാനിൻ എന്നുള്ള പിഗ്മെന്റ് ആണ്. നമ്മൾക്കൊക്കെ ഉള്ളത് ഹീമോഗ്ലോബിൻ ആണ്. അതിന്റെ നിറമാണ് റെഡ് അല്ലെ, ചുവന്ന നിറമാണ്. പക്ഷെ ഇവയ്ക്ക് ഹീമോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് കാണുക. അതുകൊണ്ട് തന്നെ നീലയോ അല്ലെങ്കിൽ പച്ച നിറമാണ് ഇവയുടെ ബ്ലഡിന് ഉള്ളത്. അതിലടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ചെമ്പാണ്. അതിലടങ്ങിയിരിക്കുന്ന ലോഹം ചെമ്പാണ്. ഓക്കെ, അതായത് കോപ്പർ ആണ് അതിലടങ്ങിയിരിക്കുന്നത്. അവയ്ക്ക് ഒരു മയോജനിക് ഹാർട്ട് ഉണ്ട്. വിസർജനത്തിന് സഹായിക്കുന്നത് ഒരു ജോഡി മെറ്റാനെഫ്രീഡിയാണ്. മെറ്റാനെഫ്രീഡിയാണ് അവരുടെ വിസർജന അവയവം. നാഡീവ്യവസ്ഥ നോക്കുകയാണെങ്കിൽ നിരവധി ഗാംഗ്ലിയകളും നാഡികളും ജോഡികളായിട്ട് കാണപ്പെടുന്നു. പെയേർഡ് ആയിട്ടുള്ള നെർവ്സും ഗാംഗ്ലിയകളുമാണ് ഉള്ളത്. ടെന്റക്കിളുകൾ, കണ്ണുകൾ, ഓസ്ഫ്രിഡിയം, സ്റ്റാറ്റോസിസ്റ്റുകൾ തുടങ്ങിയവയാണ് സെൻസറി അവയവങ്ങൾ. ഈ സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ബോഡിയുടെ ബാലൻസ് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ബോഡി ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അത് കാണുക. ദെൻ ഓസ്ഫ്രിഡിയ എന്ന് പറയുന്നത് അവയുടെ ജലത്തിന്റെ രാസസ്വഭാവം പരിശോധിക്കുന്നതിനായിട്ട് സഹായിക്കുന്ന, അവരുടെ ചുറ്റുപാടും ഉള്ള ആ ഒരു അതിന്റെ കെമിക്കൽ നേച്ചർ തിരിച്ചറിയാനായിട്ട് അവരെ സഹായിക്കുന്നതാണ് ഓസ്ഫ്രിഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതൊക്കെ ടെന്റക്കിളുകളോട് ചേർന്നിട്ടാണ് സാധാരണ കാണുന്നത്. മിക്ക മൊളസ്കുകളിലും ലിംഗഭേദം വ്യക്തമാണ്. എന്നാൽ ചില ജീവിവർഗങ്ങൾ ഹെർമാഫ്രോഡൈറ്റുകളാണ്. ചിലതിൽ സെക്സ് സെപ്പറേറ്റ് ആണ്, പക്ഷെ ചിലതിൽ ഹെർമാഫ്രോഡൈറ്റുകളാണ്. ബീജസങ്കലനം ബാഹ്യമോ ആന്തരികമോ ആകാം. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്, അതായത് ലാർവൽ ഘട്ടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ചിലതിൽ ഡയറക്റ്റ് ഡെവലപ്മെന്റും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് മൊളസ്കിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രധാനമായിട്ടും 5 ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. നമുക്ക് 5 ക്ലാസ്സുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് ആംഫിന്യൂറ. ഇതിനെ പോളിപ്ലാക്കോഫോറ എന്നും പറയാറുണ്ട്. കൈറ്റൺ അല്ലെങ്കിൽ ചിറ്റോൺ, ക്രിപ്റ്റോചിറ്റോൺ എന്നൊക്കെ പറയുന്ന, ചിറ്റോണോ കൈറ്റണോ എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. ഇപ്പൊ പലരും പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് കേൾക്കാറുണ്ട്. അപ്പൊ ഇതില് ആംഫിന്യൂറ പോളിപ്ലാക്കോഫോറയുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ ശരീരം ഒരു ഇല പോലെ പിൻഭാഗം പരന്നതും ദ്വിമുഖ സമമിതി ഉള്ളതുമാണ്. അതായത് ബയലാറ്ററൽ സിമെട്രിക് ആയിട്ടുള്ള ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇവയ്ക്ക് കാണാൻ സാധിക്കുക. ഇവയുടെ ഷെല്ലിന്റെ പ്രത്യേകത, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഷെല്ലിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 8 പ്ലേറ്റുകൾ പാരലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് ഇവയുടെ ഷെല്ല് കാണുക. ഓരോ പ്ലേറ്റുകളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെയാണ്, 1 by 1 ആയിട്ട് അടുക്കി വെച്ച രീതിയിലാണ് ഇവയുടെ പ്ലേറ്റുകൾ കാണുന്നത്. ഇത് ഡോർസൽ വ്യൂ ആണ്, ഇത് വെൻട്രൽ വ്യൂ ആണ്. ഓക്കെ, അവയ്ക്ക് നന്നായി വികസിച്ച ഒരു റാഡുല ഉണ്ട്. റാഡുല ഹൈലി ഡെവലപ്ഡ് ആണ്. അതുപോലെ തന്നെ വെൻട്രൽ ഹുഡ് പരന്നതാണ്. കൈറ്റൺ ആണ് എക്സാമ്പിൾ. രണ്ടാമത്തെ ക്ലാസ് ആണ് പെൽസിപ്പോഡ അല്ലെങ്കിൽ ബൈവാൽവിയ എന്നും അറിയപ്പെടുന്നുണ്ട്. മസൽസ് വരുന്ന, കക്കകൾ വരുന്ന ഗ്രൂപ്പാണ് ബൈവാൽവിയ എന്ന് പറയുന്നത്. ഇവ ജല ആവാസ വ്യവസ്ഥകളിലാണ് താമസിക്കുന്നത്. ശരീരം ദ്വിമുഖ സമമിതി ഉള്ളത്, അതായത് ബയലാറ്ററൽ സിമെട്രി ഉള്ളതും പാർശ്വസ്ഥമായി ചുരുങ്ങുന്നതുമാണ്. അതായത് ലാറ്ററലി കംപ്രസ്ഡ് ആയിട്ടുള്ള ബോഡിയാണ് കാണുക. ശരീരത്തിന് വ്യക്തമായ തലയില്ല. നമുക്ക് ഇവരുടെ ശരീരത്തിൽ തല എന്നുള്ള ഭാഗം കാണാനായിട്ട് സാധിക്കില്ല.
അതായത് ടെന്റക്കിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവയുടെ ഷെല്ലുകൾക്ക് 2 പാളികളുണ്ട്. അതുകൊണ്ടാണ് ഇവയ്ക്ക് ബൈവാൽവിയ എന്ന പേര് വന്നേക്കുന്നത്. അവ സാധാരണയായി ചെളിയിലും മണലിലും ഒക്കെ കുഴി കുഴിച്ച് അവയിൽ വസിക്കുന്നു. മണ്ണിനോടും ചെളിയോടും ഒക്കെ ഇങ്ങനെ പറ്റിച്ചേർന്നാണ് കാണപ്പെടുന്നത്. പെർണ, യൂണിയോ മുതലായവയാണ് ഇതിന് എക്സാമ്പിൾ. പെർണ എന്ന് പറയുമ്പോൾ ഏഷ്യൻ ഗ്രീൻ മസൽ ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്ത ക്ലാസ് ആണ് സ്കാഫോപോഡ. സ്കാഫോപോഡ എന്ന് പറയുന്നത് ടസ്ക് ഷെൽ എന്ന് അറിയപ്പെടുന്ന ഡെന്റാലിയം ഉൾപ്പെടുന്ന ഒരു ക്ലാസ് ആണ്. ഇവയുടെ ശരീരം വളരെ ഉരുണ്ട് വേം ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് കാണുക. സമുദ്ര പരിസ്ഥിതിയിലാണ് ഇവ സാധാരണയായിട്ട് കാണപ്പെടുക. മറൈൻ ഓർഗാനിസംസ് ആണ്. ശരീരം ദ്വിമുഖ സമമിതിയാണ് കാണിക്കുന്നത്. അതായത് ബയലാട്രൽ സിമെട്രി ആണ്. കണ്ണുകളും ടെന്റക്കിളുകളും ഒന്നും കാണപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഫുട്ട് വളരെ ചുരുങ്ങിയതായിട്ടാണ് കാണപ്പെടുക. എക്സാമ്പിൾ ആണ് ഡെന്റാലിയ. അടുത്ത ഗ്രൂപ്പാണ് ഗ്യാസ്ട്രോപോഡ. ഗ്യാസ്ട്രോ മീൻസ് സ്റ്റമക്, പോഡ മീൻസ് ലെഗ്. അപ്പൊ വയറില്, ഉദരത്തില് കാലുകൾ വഹിക്കുന്നവരാണ് ഗ്യാസ്ട്രോപോഡ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരിക. ഇവ കരയിലോ ശുദ്ധജലത്തിലോ സമുദ്രജലത്തിലോ കാണപ്പെടുന്നുണ്ട്. തലയില് ടെന്റക്കിളുകൾ, കണ്ണുകൾ, വായ എന്നിവയുണ്ട്. പുറന്തോട് സർപ്പിൾ ആകൃതി, അതായത് സ്പൈറൽ ആയിട്ടുള്ള ഷേപ്പാണ് ഇവയുടെ പുറന്തോടിന് കാണപ്പെടുന്നത്. ഫുട്ട് പരന്നതും വലുതുമാണ്. എക്സാമ്പിളാണ് ആപ്പിൾ സ്നെയിൽ എന്നറിയപ്പെടുന്ന പൈല. അടുത്ത ഗ്രൂപ്പാണ് ക്ലാസ് സെഫലോപോഡ. സെഫലോ മീൻസ് ഹെഡ്, പോഡ മീൻസ് ലെഗ്. ഹെഡില് ലെഗ് ഉള്ളവർ എന്നുള്ള അർത്ഥമാണ് അല്ലെ. തലയില് കാലുകൾ കാണപ്പെടുന്നവയാണ്. സമുദ്ര പരിസ്ഥിതിയിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. ഷെല്ല് ബാഹ്യമോ ആന്തരികമോ ആകാം, ഇല്ലെങ്കിൽ ഇല്ലാതെയും ഇരിക്കാം. കാലുകളും ടെന്റക്കിളുകളും തലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. അതുകൊണ്ടാണ് അവയുടെ പേര് എങ്ങനെ വന്നത്? സെഫലോപോഡ എന്ന് വന്നത്. അവർക്ക് വ്യത്യസ്ത ലിംഗങ്ങളാണ് ഉള്ളത്, അതായത് സെക്സ് സെപ്പറേറ്റ് ആയിരിക്കും. വികസനം നേരിട്ടുള്ളതാണ്, ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ലാർവൽ ഫോംസ് കാണുകയില്ല. എക്സാമ്പിൾ ആണ് സെപ്പിയ, സ്ക്വിഡ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കട്ടിൽ ഫിഷ് എന്നറിയപ്പെടുന്ന സെപ്പിയ, ദെൻ നീരാളി, ഒക്ടോപ്പസ്, ഡെവിൾ ഫിഷ് എന്നറിയപ്പെടുന്ന ഒക്ടോപ്പസ്. ഇതൊക്കെ സെഫലോപോഡയിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. ഫൈലം മോളസ്ക് എളുപ്പം പഠിക്കാവുന്ന ഒരു പോർഷൻ ആണ്. വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. ഇനി അതിനോട് അനുബന്ധമായിട്ട് വരുന്ന എക്കണോമിക് ഇമ്പോർട്ടൻസ്, പേൾ കൾച്ചർ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഇടാം. ഇപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഊർജിതമായിട്ട് പഠനം മുന്നോട്ട് തന്നെ പോകട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.